അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. DNA റെപ്ലിക്കേഷൻ നമ്മൾ ഒന്ന് പറഞ്ഞു, സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ. അതായത് സെമി എന്ന് പറഞ്ഞാൽ പകുതി കൺസേർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ അത് എന്താണെന്ന് നമ്മൾ മെസൽസ്റ്റൺ സ്റ്റാൾ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞതാണ്. ഇനി അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണ്, അതായത് ആ പരിപാടി എങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹാഫ് ഓഫ് ദ DNA ഈസ് കൺസേർവ്ഡ് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് എന്താ പറയുക അത് ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ളത്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. Taylor and colleagues in 1958 proved that DNA in chromosome also replicates semi-conservatively. അപ്പോൾ മെസൽസ്റ്റൺ സ്റ്റാൾ എക്സ്പെരിമെൻറ്റിൽ അവർ കണ്ടുപിടിച്ചു. അത് കൂടാണ്ട് ടെയ്ലർ ആൻഡ് കൊളീഗ്സ്, ടെയ്ലർ എറ്റ് ആൾ എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. എറ്റ് ആൾ എന്ന് പറഞ്ഞാൽ ആൻഡ് കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ കൂടെ ജോലി ചെയ്യുന്നവരും കൂടി 1958 ഈ DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് വീണ്ടും കണ്ടുപിടിച്ചു. അവരുടെ എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം വിഷ്യ ഫാബ അല്ലെങ്കിൽ ഫാബ ബീൻസ് എന്ന് പറയുന്ന ഒരു ചെടിയിലായിരുന്നു. അതിൽ അവരുപയോഗിച്ചത് റേഡിയോ ആക്റ്റീവ് തൈമിഡീനാണ്. അതായത് മെസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെൻറ്റിൽ എന്താണ് ഉപയോഗിച്ചത്, അതൊക്കെ ചോദിക്കൂട്ടോ. മെസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെൻറ്റിൽ ഏതാണ് എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം? ഈ കോളി. അവരുപയോഗിച്ചത് ഹെവി ആൻഡ് ലൈറ്റർ ഐസോട്ടോപ്സ് ഓഫ് നൈട്രജനെയാണ്. പക്ഷേ ഈ പറയുന്ന സംഭവത്തിൽ, അതായത് ടെയ്ലർ ആൻഡ് കൊളീഗ്സ് ചെയ്ത എക്സ്പെരിമെൻറ്റിൽ അവരുപയോഗിച്ചത് വിഷ്യ ഫാബ എന്ന് പറയുന്ന ബീൻസാണ്. അതുപോലെ റേഡിയോ ആക്റ്റീവ് തൈമിഡീൻ ഉപയോഗിച്ചിട്ടാണ് ഈ റിസൾട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് മെഷീനറി ആൻഡ് ദ എൻസൈംസ് ഫോർ DNA റെപ്ലിക്കേഷൻ എന്നുള്ള പോർഷനാണ് ഇനി പറയാൻ പോകുന്നത്. മെഷീനറി ആൻഡ് ദ എൻസൈംസ് ഫോർ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷനിൽ കുറേ എൻസൈംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് DNA പോളിമറൈസ്. ഒന്നാമത്തെ എൻസൈം DNA പോളിമറൈസ്. It is one of the fastest enzyme which catalyze the polymerization of nucleotides with greater accuracy. നമ്മൾ കണ്ടു DNA പോളിമർ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. ആ ഓരോ ന്യൂക്ലിയോടൈഡിനെയും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക, അതായത് ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് ഉണ്ടാക്കുക. അതാണ് ഈ എൻസൈമിൻ്റെ ഫങ്ഷൻ, DNA പോളിമറൈസിൻ്റെ ഫങ്ഷൻ. ആ എൻസൈമിൻ്റെ മുഴുവൻ പേര് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്നാണ്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്, അതാണ് ആ എൻസൈമിൻ്റെ മുഴുവൻ പേര്. ഓക്കെ, അതിൻ്റെ ആ പേര് വരാൻ കാരണം ഇവിടെ ഉണ്ടാവുന്ന പുതിയ സ്ട്രാൻഡ് DNA ആണ്. ഇനി ആരെ ഡിപ്പെൻഡ് ചെയ്താണ് DNA ഉണ്ടാവുന്നത്, അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഏതാണ്? ടെംപ്ലേറ്റ് സ്ട്രാൻഡും DNA ആണ്. അതുകൊണ്ട് DNA ഡിപ്പെൻഡ് ചെയ്ത് DNA പോളിമറൈസ് ചെയ്യുന്നു. പോളിമറൈസേഷനാണ് റിയാക്ഷൻ. അതുകൊണ്ടാണ് ആ എൻസൈമിന് ഈ പേര് വന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ബയോളജിയിൽ ഓരോ ടേമും സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കും ഇൻ മോസ്റ്റ് കേസസ്. അതായത് ആ വാക്ക് തന്നെ അതെന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഇനി ഈ ന്യൂക്ലിയോടൈഡുകൾ ചേർക്കുമ്പോൾ അത് കറക്റ്റ് സീക്വൻസിൽ വേണം ചേർക്കാൻ. ആ ന്യൂക്ലിയോടൈഡിൻ്റെ തന്നെ വേരി ചെയ്ത് വരുന്ന പോർഷൻ ഏതാണ്? നൈട്രജൻ ബേസാണ് വ്യത്യാസപ്പെടുന്നത്. കാരണം റൈബോസ് ഷുഗർ എല്ലാവരുടെയും ഒരുപോലെയാണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും എല്ലാ ന്യൂക്ലിയോടൈഡിൻ്റെ ഒരുപോലെയാണ്. വ്യത്യാസം വരുന്നത് നൈട്രജൻ ബേസിലാണ്. ആ നൈട്രജൻ ബേസിൻ്റെ സീക്വൻസ് ഭയങ്കര സ്പെസിഫിക് ആണ്. നമ്മളത് പഠിച്ചു. പോയിന്റ് മ്യൂട്ടേഷൻ ഓർമ്മയുണ്ടോ? എവിടെയാണ് പോയിന്റ് മ്യൂട്ടേഷൻ നടന്നത്? കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയിൽ ഒരാൾ പോയി വേറൊരാൾ വന്നു, GAG GUG ആയി മാറിയപ്പോഴാണ് എന്ത് വന്നത്? പോയിന്റ് മ്യൂട്ടേഷൻ ആയത്. അങ്ങനെയാണ് ആൾ സിക്കിൾ സെൽ അനീമിക് ആയത്. അതായത് ഒരു നൈട്രജൻ ബേസ് A മാറി U ആയിന്നേ ഉള്ളൂ, ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ ചെറിയ വ്യത്യാസം പോലും ഡിഫക്റ്റീവ് ആയിട്ടുള്ള DNA ഉണ്ടാവാൻ കാരണമാവും. അതുകൊണ്ട് ഇത് ഹൈലി അക്യുറേറ്റ് ആയിട്ട് നടക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. ഈ പോളിമറൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ഇത് നടത്തുന്നത് അറ്റ് ഹൈ സ്പീഡ്. പോളിമറൈസേഷൻ എന്ന് മനസ്സിലായല്ലോ, ഓരോ ന്യൂക്ലിയോടൈഡ്സിനെ തമ്മിൽ യോജിപ്പിക്കുക. വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള എൻസൈമാണ്, എന്നാൽ അത് വളരെ അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്.
എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അത് മ്യൂട്ടേഷൻ ഉണ്ടാക്കും. മ്യൂട്ടേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇനി ഈക്കോളിയുടെ കേസിലാണെങ്കിൽ 4.6 × 10⁻⁻⁴ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് കംപ്ലീറ്റ്സ് റെപ്ലിക്കേഷൻ വിതിൻ 38 minutes. അത്രയും വളരെ കുറച്ച് സമയത്തിനുള്ള റെപ്ലിക്കേഷൻ നടക്കും. അതായത് ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 2000 ബേസ് പെയർസിനെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 2000 ബേസ് പെയർസിനെ ആഡ് ചെയ്യുമ്പോഴും കൃത്യമായിട്ടാണ് ആഡ് ചെയ്യുന്നത്, തെറ്റാതെ ആഡ് ചെയ്യും. അതാണ് DNA പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോസസ്സ്. DNA റെപ്ലിക്കേഷനാണ് നമ്മുടെ പ്രോസസ്സ്. ആ പ്രോസസ്സിൽ ഫസ്റ്റുള്ള എൻസൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മേജർ എൻസൈമാണ് DNA പോളിമറൈസ്, ഒന്നാമത്തെ എൻസൈം. ഇനി ഈ DNA പോളിമറൈസ് ആരെയാണ് ആഡ് ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡുകളെ, അല്ലേ? ന്യൂക്ലിയോടൈഡുകളെയാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട്? ഒരു നൈട്രജൻ ബേസ്, ഒരു പെൻഡോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. പക്ഷേ ഇവിടെ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ന്യൂക്ലിയോടൈഡുകളിൽ 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഇങ്ങനെ ഇരിക്കും: ഒരു ബേസ്, ഒരു ഷുഗർ, പിന്നെ 3 ഫോസ്ഫേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് അടുത്ത ന്യൂക്ലിയോടൈഡായിട്ട് ആഡ് ചെയ്യാണ്, ഇത് ജോയിൻ ചെയ്യാൻ. അവിടെ എങ്ങനെ തന്നെയാണ്? ബേസ്, ഷുഗർ, 3 ഫോസ്ഫേറ്റ്, 3p എന്നിട്ടാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ 3 ഫോസ്ഫേറ്റിൻ്റെ ആവശ്യമില്ല, അല്ലേ? നമുക്ക് ആരുടെ ആവശ്യമുള്ളൂ? 1 ഫോസ്ഫേറ്റ്. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഈ 2 എണ്ണം അഡീഷണലാണ്. ഇതെന്തിനാണെന്നറിയാമോ? ഈ അഡീഷണലി ഉള്ള 2 ന്യൂക്ലിയോടൈഡിനെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ബ്രേക്ക് ചെയ്താൽ എനർജി ലിബറേറ്റ് ചെയ്യും. ഇവിടെ അതുപോലെ തന്നെയാണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ബ്രേക്ക് ചെയ്താൽ എനർജി ലിബറേറ്റ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചാണ് 2 ന്യൂക്ലിയോടൈഡ് തമ്മിൽ ലിങ്കേജ് ഉണ്ടാകുന്നത്. ആ ലിങ്കേജിനാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്നത്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 ഫോസ്ഫേറ്റ് കണ്ടോ, ട്രൈഫോസ്ഫേറ്റ് ഉള്ളതിൽ ആ ട്രൈഫോസ്ഫേറ്റിൻ്റെ 2 ഫോസ്ഫേറ്റിനെ ബ്രേക്ക് ചെയ്യും. അപ്പോഴാണ് എനർജി ലിബറേറ്റ് ചെയ്യുന്നത്. ആ എനർജി ഉപയോഗിച്ചാണ് ഈ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുന്നത്. പ്രൊവൈഡ് എനർജി ഫോർ റെപ്ലിക്കേഷൻ. ഇനി ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ട്രൈഫോസ്ഫേറ്റ്സ് സെർവ് ഡ്യുവൽ പർപ്പസ്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരില്ലേ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അത് 2 പേർപ്പസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ആക്ട്സ് എസ് സബ്സ്ട്രേറ്റ്. അതായത് ഈ പറയുന്ന എൻസൈം, നമ്മുടെ DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഫംഗ്ഷൻ ഈ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സിനെ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻസൈം എന്തുമേലാണോ ആക്ട് ചെയ്യുന്നത് അതാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇറ്റ് പ്രൊവൈഡ് എനർജി ഫോർ പോളിമറൈസേഷൻ. എനർജി എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് കിട്ടുന്നത്? ട്രൈഫോസ്ഫേറ്റ് ഉണ്ട്, അതിലെ 2 ഫോസ്ഫേറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എനർജി ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ചോദിക്കാറുണ്ട്. ഈ പറയുന്ന ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റിൻ്റെ ഡ്യുവൽ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ആക്സസ് സബ്സ്ട്രേറ്റ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് എനർജി ഫോർ പോളിമറൈസേഷൻ റിയാക്ഷൻ. ഇനി എങ്ങനെയാണ് ഈ പോളിമറൈസേഷൻ നടക്കുന്നത്? അതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. എങ്ങനെയാണ് ഈ പോളിമറൈസേഷൻ നടക്കുന്നത്? നോക്കിയേ, ഈ കാണുന്ന ഒരു DNA സ്ട്രാൻഡാണ്. ഈ കാണുന്നതാണ് DNA സ്ട്രാൻഡ് എന്ന് പറയാം. ഈ DNA സ്ട്രാൻഡിൽ മേജർ എൻസൈം, ഈ 2 സ്ട്രാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് രണ്ടുമാണ്. ഈ നീലയായിട്ട് കാണുന്നതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 2ഉം സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് 2ൽ നിന്നും പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരും. അങ്ങനെയാണ് എന്തുണ്ടാവുക? പുതിയ സെല്ലുണ്ടാവുന്നത്. പുതിയ സെല്ലല്ല, പുതിയ DNA ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഹാഫ് ഓഫ് ദ DNA ഈസ് കൺസേർവ്ഡ് ഇൻ ദ നെക്സ്റ്റ് ജനറേഷൻ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2 DNAയുടെ സ്ട്രാൻഡ് ഉണ്ട്. ആ 2 സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ നീലയായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ റെഡ് കാണിച്ചിരിക്കുന്നത് പുതിയതുണ്ടായി വരുന്ന സ്ട്രാൻഡാണ്. അപ്പോൾ ഈ ആദ്യം നമ്മൾ പറഞ്ഞു ഈ 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യുന്നു. അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് ഹെലിക്കേസ്.
ഹെലിക്കേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഹെലിക്കേസ് എൻസൈമാണ് ഈ പറയുന്ന സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഡി എൻ എ എങ്ങനെ ഇരിക്കുന്ന മോളിക്യൂളായിരുന്നു? ഡി എൻ എ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ ഇതിപ്പോൾ ഈ ഭാഗത്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിചാരിക്കുക. ഒറീസൈറ്റ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയും. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഓർ ഒറീസൈറ്റ്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് നമ്മുടെ ഹെലിക്കേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആക്ട് ചെയ്യും. എന്നിട്ട് ഹെലിക്കേസ് ഇങ്ങനെ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ഈ സ്ട്രാൻഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരും. അതായത് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലേ, അതിനെ ബ്രേക്ക് ചെയ്താണ് ഈ പറയുന്ന ഹെലിക്കേസ് മുന്നോട്ട് പോകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡി എൻ എയുടെ 2 സ്ട്രാൻഡ് ഉണ്ട്. ഒറീസൈറ്റിൽ നിന്ന് ഹെലിക്കേസ് ഇങ്ങനെ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇതാ ഇങ്ങനെ ഏണി പോലിരിക്കുന്ന സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും? ഇതാ ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇതെന്ത് ഷേപ്പാണ്? ഒരു വൈ ഷേപ്പ് അല്ലേ? അപ്പോൾ ഈ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഈ കാണുന്നതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഇതാ ഈ കാണുന്നത്. ഇത് നിങ്ങൾ ടെക്സ്റ്റിലെ ഡയഗ്രം ഉണ്ട്, ഇത് ലേബൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ ഇതിൻ്റെ 5' 3' എൻഡൊക്കെ ലേബൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതെപ്പോഴും ചോദിക്കുന്നതാണ്. അത് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡി എൻ എയുടെ 2 സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്യും ഡ്യൂറിങ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് ഹെലിക്കേസ്. ഈ ഹെലിക്കേസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറീസൈറ്റിൽ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു സിബ് ഓപ്പൺ ചെയ്ത് വരുന്നത് പോലെ അല്ലേ? താഴേന്ന് മുകളിലേക്ക് നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വരികയാണ്. ഒരു സിബ് ഇങ്ങനെ തുറന്ന് വരുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഒരു വൈ ഷേപ്പ് സ്ട്രക്ചർ. എന്നിട്ട് ആ തുറന്നു വരുന്ന സ്ഥലം തൊട്ട് പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്ത് വരും. അപ്പോൾ അതിന് ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചറാണ് ഉണ്ടാവുക. അതിന് പറയുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ഇനി പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ, അപ്പോൾ ഇപ്പോൾ ഇവിടെ പുതിയൊരു എൻസൈമിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. ഇപ്പം 2 എൻസൈമിൻ്റെ പേരാണ് പറഞ്ഞു. ആരൊക്കെയാണ്? ഡി എൻ എ പോളിമറൈസ്, അത് സഹായിക്കുന്നത് പോളിമറൈസേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. രണ്ടാമത്തത് ഹെലിക്കേസ്. ഹെലിക്കേസ് എന്ന് പറഞ്ഞാൽ സ്ട്രാൻഡ്, ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അൺവൈൻഡ് ചെയ്യുക. അതായത് അത് ശരിയാവുക, നേരെ ഏണി പോലെ ആയിട്ട് അവിടുത്തെ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അതിനെ സഹായിക്കുന്ന എൻസൈമാണ് ഹെലിക്കേസ്. ഇപ്പോൾ ഈ 2 എൻസൈമിൻ്റെയും കാര്യം പറഞ്ഞു. ഇനി ഡി എൻ എ പോളിമറൈസ് പതുക്കെ ഓപ്പൺ ചെയ്ത സ്ഥലത്തുനിന്ന് പുതിയ സ്ട്രാൻഡിനെ, ആ ഓപ്പൺ ചെയ്ത സ്ഥലത്തുനിന്ന് ടെംപ്ലേറ്റിനെ നോക്കിക്കൊണ്ട് പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യും. ഡി എൻ എ പോളിമറൈസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ക്യാൻ ആഡ് ന്യൂക്ലിയോടൈഡ്സ് ഓൺലി ഇൻ 5' to 3' ഡയറക്ഷൻ. ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡി എൻ എ പോളിമറൈസ് ക്യാൻ ആഡ് ന്യൂക്ലിയോടൈഡ്സ് ഓൺലി ഇൻ 5' to 3' ഡയറക്ഷൻ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരും. എവിടെയാണ് പ്രശ്നം വരിക എന്നറിയാമോ? നോക്കിയേ, ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഡയറക്ഷൻ എന്താ? 3' to 5' അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇത് ടെംപ്ലേറ്റ് ആണെങ്കിൽ ഇവിടുന്ന് പുതിയത് നോക്കി ഉണ്ടാകുന്ന സ്ട്രാൻഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? 5' to 3'. അപ്പോൾ ഇത് വലിയ പ്രശ്നമില്ല. അതായത് 5' to 3' ഡയറക്ഷനിൽ എന്തുണ്ടാവും? ന്യൂലി സിന്തസൈസ് സ്ട്രാൻഡ് ഉണ്ടാവും. കാരണം ഡി എൻ എ പോളിമറൈസിന് 5' to 3' ഡയറക്ഷനിൽ അതായത് ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡിനെ കൊണ്ടുവരും, അടുത്ത ന്യൂക്ലിയോടൈഡിനെ ഇവിടെ കൊണ്ടുവരും, അടുത്ത ന്യൂക്ലിയോടൈഡിനെ കൊണ്ടുവരും, അടുത്ത ന്യൂക്ലിയോടൈഡ്, ഇതിങ്ങനെ ജോയിൻ ചെയ്ത് പോവുക ചെയ്യാം. അപ്പോൾ ഈ ഡയറക്ഷനിൽ, അതപ്പോൾ ഇത് ഏത് ഡയറക്ഷനാണ്? 5' to 3'. നമുക്കറിയാം ഒരെണ്ണം 3 to 5 ആണെങ്കിൽ മറ്റത് എന്തായിരിക്കും? 5 to 3 ആയിരിക്കും. The 2 strands show anti-parallel polarity. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റിൽ, ഈ പറയുന്ന ടെംപ്ലേറ്റിൽ നിന്ന് പുതിയ സ്ട്രാൻഡ് ഉണ്ടാവാൻ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഉണ്ടാവുന്ന പുതിയ സ്ട്രാൻഡിന് പറയുന്ന പേരാണ് ലീഡിങ് സ്ട്രാൻഡ്. ലീഡിങ് സ്ട്രാൻഡ് കണ്ടോ? ലീഡിങ് സ്ട്രാൻഡാണ് ഇത്. ആ ലീഡിങ് സ്ട്രാൻഡ് ഉണ്ടാവാൻ കാരണം ഡി എൻ എ ഡിപ്പെൻഡൻറ്റ് ഡി എൻ എ പോളിമറൈസ് ക്യാൻ കാറ്റലൈസ് പോളിമറൈസേഷൻ ഇൻ 5' to 3' ഡയറക്ഷൻ ഓൺലി. അങ്ങനെ ഒരു സ്ട്രാൻഡ് ഒരു കുഴപ്പവും ഇല്ലാതെ ഉണ്ടാവുന്നുണ്ടോ? നേരെ അതിനാണ് 5' to 3' ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീഡിങ് സ്ട്രാൻഡിൻ്റെ സിന്തസിസിനെ പറയുന്ന ഒരു പേരാണ് കണ്ടിന്യൂവസ് സിന്തസിസ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായി വരികയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇൻട്രപ്ഷൻസ് ഒന്നും ഇല്ല. അതേസമയം ഇപ്പുറത്തേക്ക് നോക്കിയേ, ഇവിടുത്തെ ടെംപ്ലേറ്റിൻ്റെ ഡയറക്ഷൻ തന്നെ 5 to 3 ആണ്. അപ്പോൾ പുതിയത് ഉണ്ടാവുന്നുണ്ടത് ഏത് ഡയറക്ഷനിലാവും? പുതിയത് ഉണ്ടാവേണ്ടത് 3 to 5 ഉണ്ടാവേണ്ടി വരും.
പക്ഷേ എന്താ പ്രശ്നം? 3 to 5 ഉണ്ടാക്കാനുള്ള കഴിവ് DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമിന് ഇല്ല. 3 to 5 ഡയറക്ഷനിൽ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവ് ആർക്കില്ല? ഈ പറയുന്ന DNA പോളിമറൈസിന് ഇല്ല. അപ്പോൾ DNA പോളിമറൈസ് എന്ത് ചെയ്യും? അപ്പോൾ DNA പോളിമറൈസ് ചെയ്യുന്ന പണിയാണ്, നോക്കിയേ, ഇവിടെ ഇതാണ് ഒറി സൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. ഈ ഒറി സൈറ്റിൽ നിന്ന് ഇങ്ങനെ ഹെലിക്കേസ് മൂവ് ചെയ്യാണ്. ഹെലിക്കേസ് മൂവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെ DNA പോളിമറൈസ് വന്ന് ആക്ഷൻ തുടങ്ങും. അങ്ങനെ ഈ സ്ട്രാൻഡ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. ഇതാണ് ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഈ ഹെലിക്കേസ് മുന്നോട്ട് പോകില്ലേ? അപ്പോൾ ഇവിടെ DNA പോളിമറൈസ് പതുക്കെ എന്താ പറയുക, ഒന്ന് വിശ്രമിക്കും, അതായത് ഒന്ന് നോക്കും നമ്മുടെ ഹെലിക്കേസ് എങ്ങനെ പോകുന്നതെന്ന്. എന്നിട്ട് കുറച്ച് ഭാഗം തുറക്കില്ലേ, ഈ സ്ട്രാൻഡ് ഇങ്ങനെ തുറന്ന് പോവുകയാണ്. ആ തുറക്കുന്നതിൻ്റെ കുറച്ച് ഭാഗം തുറക്കുന്നവരെ വെയിറ്റ് ചെയ്യും. കുറച്ച് ഭാഗം തുറന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്ട്രാൻഡ് ഇങ്ങനെ ഉണ്ടാക്കും. അതായത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ടുണ്ടാക്കും. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനാണ്? ഇത് 5 to 3 ആണ്. 5 to 3 ഉണ്ടാക്കാൻ ആർക്ക് കുഴപ്പമില്ല? DNA പോളിമറൈസിന് കുഴപ്പമില്ല. അതേസമയം ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഏതായിരിക്കും? 3 to 5 ആയിരിക്കും അല്ലേ? അങ്ങനെ ഉണ്ടാക്കാനുള്ള കഴിവാണ് DNA പോളിമറൈസിന് ഇല്ലാത്തത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? 5 to 3 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ 5' to 3' ടെംപ്ലേറ്റ് ഉള്ള സ്ട്രാൻഡിൽ നിന്ന് ഉണ്ടാവുന്ന പുതിയ സ്ട്രാൻഡ് കഷ്ണങ്ങളായിട്ടുണ്ടാവും, ചെറിയ ചെറിയ കഷ്ണങ്ങൾ. അത് ഉണ്ടാവുന്ന ഡയറക്ഷൻ 5 to 3 തന്നെയായിരിക്കും. അത് ഫസ്റ്റ് ഇത് ഇങ്ങനെ ഉണ്ടാവും, സെക്കൻഡ് ഇങ്ങനെ ഉണ്ടാവും, തേർഡ് ഇങ്ങനെ ഉണ്ടാവും, ഫോർത്ത് ഇങ്ങനെ, ഫിഫ്ത്ത് ഇങ്ങനെ. മനസ്സിലായോ? കഷ്ണങ്ങളായിട്ടുണ്ടാവും. ഈ കഷ്ണങ്ങൾക്ക് പറയുന്ന പേരാണ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. Later, these Okazaki fragments are joined together by the enzyme known as DNA ligase. അപ്പോൾ ഈ സ്ട്രാൻഡിന് നോക്കിയേ, ഈ സ്ട്രാൻഡിൻ്റെ സിന്തസൈസ് ഡിസ്കണ്ടിന്യൂസ് അല്ലേ? അതായത് ഇടയ്ക്കിടയ്ക്ക് വിട്ട് കുറേ കഷ്ണങ്ങളായിട്ടല്ലേ ഉണ്ടാവുന്നത്. ആ സിന്തസിസിന് പറയുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ്. ആ ഉണ്ടാവുന്ന സ്ട്രാൻഡ് ലേറ്റർ ഇത് ജോയിൻ ചെയ്തൊരു സ്ട്രാൻഡ് ഉണ്ടാവില്ലേ? ആ ജോയിൻ ചെയ്തുണ്ടാവുന്ന സ്ട്രാൻഡിന് പറയുന്ന പേരാണ് ലാഗിങ് സ്ട്രാൻഡ്. അത് കുറച്ച് ലാഗ് ചെയ്യും അല്ലേ? ഇപ്പുറത്ത് DNA പോളിമറൈസ് പോകുന്ന അത്രയും സ്പീഡിൽ പോകാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ ഹെലിക്കേസ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ തൊട്ട് പുറകെ തന്നെ DNA പോളിമറൈസ് ആക്ട് ചെയ്ത് തുടങ്ങും. പക്ഷേ ഇപ്പുറത്തെ സൈഡിലോ DNA പോളിമറൈസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അതായത് സ്ട്രാൻഡ് തുറന്ന് ഇവിടം വരെ ഓപ്പൺ ആയി കഴിയുമ്പോഴാണ് ഇവിടുന്ന് പുതിയ സ്ട്രാൻഡ് ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഹെലിക്കേസിൻ്റെ പുറകെ ഇപ്പുറത്തെ സൈഡിൽ DNA പോളിമറൈസിന് ആക്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പുറത്തെ സൈഡിലെന്ന് പറയാൻ പറ്റില്ല. ഏത് സൈഡിൽ? ടെംപ്ലേറ്റ് 5 to 3 ആയിരിക്കുന്ന സൈഡിൽ DNA പോളിമറൈസ് കുറച്ച് ലാഗിങ് ആയിരിക്കും. അതുകൊണ്ട് ആ ഉണ്ടാവുന്ന സ്ട്രാൻഡും ലാഗിങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പേര് ലാഗിങ് സ്ട്രാൻഡ്. മറ്റേതിൻ്റെ പേര് ലീഡിങ് സ്ട്രാൻഡ്. ഇപ്പോൾ വ്യത്യാസം മനസ്സിലായോ? ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ the template with polarity 5 to 3 replication is discontinuous. ടെംപ്ലേറ്റ് വിത്ത് പൊളാരിറ്റി 5 to 3 എന്ന് പറഞ്ഞാൽ ഏത് ടെംപ്ലേറ്റാണ്? ഈ ടെംപ്ലേറ്റ്, ഈ നീല സ്ട്രാൻഡ്. അവിടെ റെപ്ലിക്കേഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന സ്ട്രാൻഡിന് പറയുന്ന പേരാണ് ലാഗിങ് സ്ട്രാൻഡ്. ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ് DNA ഫ്രാഗ്മെൻറ്റ്സിന് പറയുന്ന പേര് ഇതാണ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ലേബിൾ ചെയ്തിട്ടില്ല, ലേബിൾ ചെയ്യണം. ഈ കുഞ്ഞു കഷ്ണങ്ങളില്ലേ, ഈ പറയുന്ന കഷ്ണങ്ങൾ, അതാണ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. അത് ലേബിൾ ചെയ്യണം. ഓക്കെ. ഇനി ഈ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന എൻസൈമാണ് DNA ലിഗേസ്. അതുപോലെ അടുത്തത് എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? അത് ഞാൻ പറഞ്ഞതാണ്. എന്താ? എവിടെ നിന്നാണോ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ കേസിൽ ഇവിടെയാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഉത്ഭവം, തുടക്കം. എന്തിൻ്റെ തുടക്കം? റെപ്ലിക്കേഷൻ്റെ തുടക്കം. എവിടെ നിന്നാണോ റെപ്ലിക്കേഷൻ തുടങ്ങുന്നത് അതിനെ നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറീസൈറ്റ് എന്ന് പറയും. ORI. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, പ്രൈമർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ DNA പോളിമറൈസ് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ഇത് ഇവിടെ നോക്കിയാൽ ന്യൂക്ലിയോടൈഡ്സിനെ ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തു, അടുത്ത ന്യൂക്ലിയോടൈഡിനെ ഇങ്ങോട്ട് ആഡ് ചെയ്തു, അടുത്തതിനെ ഇങ്ങനെ ആഡ് ചെയ്തു, അടുത്ത ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തു, അങ്ങനെ ഒരു വലിയ സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനിൽ ഉണ്ടായി വരും. അപ്പോൾ ഈ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡില്ലേ, ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിനെ
നമ്മുടെ DNA പോളിമറൈസ് എൻസൈം കൊണ്ടുവരികയാണ്. ഫസ്റ്റ് ന്യൂക്ലിയോറ്റൈഡിനെ DNA പോളിമറൈസ് എൻസൈം കൊണ്ടുവരുമ്പോൾ അതിനെ ഇവിടെ ഇങ്ങനെ വെറുതെ നിർത്താൻ പറ്റില്ലല്ലോ. രണ്ടാമത്തെ ഒരാളും കൂടെ വന്നാലേ അവിടെ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വരുന്ന ഫസ്റ്റ് ന്യൂക്ലിയോറ്റൈഡ് അതിനെ ഇവിടെ വെറുതെ നിർത്താൻ പറ്റില്ല. അതിന് പോലെ എന്ത് ചെയ്യും, അതിനെ ഒരു ചെറിയ RNA കഷ്ണവുമായിട്ട് ലിങ്ക് ചെയ്ത് വയ്ക്കും. ആ RNA കഷ്ണത്തിന് പറയുന്ന പേരാണ് പ്രൈമർ. ഈ പ്രൈമറിലേക്കാണ് ഫസ്റ്റ് ന്യൂക്ലിയോറ്റൈഡിനെ ആഡ് ചെയ്യുന്നത്. ഈ പ്രൈമറിനെ സിന്തസൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് പ്രൈമേസ്. പ്രൈമേസ് അത് സിന്തസൈസ് പ്രൈമർ, RNA പ്രൈമർ. പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് DNA പോളിമറൈസ് കൊണ്ടുവരുന്ന ന്യൂക്ലിയോറ്റൈഡിനെ അറ്റാച്ച് ചെയ്യുന്ന ഒരു കഷ്ണം, ഒരു പോളിന്യൂക്ലിയോറ്റൈഡ് കഷ്ണം. അതിനാണ് നമ്മൾ പറയുന്നത് RNA പ്രൈമർ. അതിനെ സിന്തസൈസ് ചെയ്യുന്ന എൻസൈമാണ് പ്രൈമേസ്. ഇനി ഇവിടെ വേറൊരു എൻസൈം കൊണ്ടിട്ട് അത് ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്. അതായത് നമ്മളൊന്ന് ആലോചിച്ച്, ഒരു സ്പ്രിങ് പോലത്തെ സ്ട്രക്ചറാണ് നമ്മുടെ DNA ഉള്ളത്. ആ സ്പ്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്പ്രിങ്ങിനെ തിരിച്ച് വളച്ച് നേരെ ഒരു എന്തുപോലെ ആക്കുന്നു, ഒരു ഏണി പോലെ ആക്കുന്നു. അപ്പോൾ ഇതിനെ തിരിച്ച് വളയ്ക്കുമ്പോൾ അവിടെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും അല്ലേ, എന്നിട്ട് അത് പൊട്ടിപ്പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ ടെൻഷന് പറയുന്ന പേരാണ് സൂപ്പർ കോയിലിംഗ് ടെൻഷൻ. ഒരു കോയിലിനെ നമ്മൾ തിരിച്ച് സ്ട്രെയിറ്റ് കമ്പിയാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും, അതാണ് സൂപ്പർ കോയിലിംഗ് ടെൻഷൻ. ആ സൂപ്പർ കോയിലിംഗ് ടെൻഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, അതിനെ നേരിടാൻ സഹായിക്കുന്ന എൻസൈമാണ് ടോപ്പോ ഐസോമറേസ്. ടോപ്പോ ഐസോമറേസ്. It helps to withstand the supercoiling tension during the unwinding of DNA double helix. അത് വേണമെങ്കിൽ ടെക്സ്റ്റിൽ ഞാൻ എഴുതി ഫോട്ടോ എടുത്ത് അയച്ചു തരാം. അപ്പോൾ ഇത്രയുമാണ് ഇവിടുത്തെ എൻസൈംസ്. ഈ പറയുന്ന പോലെയാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഇങ്ങനെ ഇവിടെ കാണിക്കുന്ന പോലെ ഇച്ചിരി ഉണ്ടായി നിൽക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാകുന്ന നിൽക്കുകയല്ല ചെയ്യുക, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്തു പോകും. ഇവിടെയാണെങ്കിലോ ഈ സ്ട്രാൻഡ് കറക്റ്റായിട്ട് ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് പോകും. ഇവിടെയാണെങ്കിലോ അടുത്ത കഷ്ണം ഇവിടെ, അടുത്ത കഷ്ണം ഇവിടെ, അടുത്ത കഷ്ണം ഇവിടെ, അങ്ങനെ ഉണ്ടാവും. മനസ്സിലായോ? ലേറ്റർ ഈ കഷ്ണങ്ങളെല്ലാം കൂടി ജോയിൻ ചെയ്യും. DNA ലിഗേസ്, മോളിക്കുലാർ ഗ്ലൂ എന്നാണ് പറയുക. DNA ലിഗേസ് ഉപയോഗിച്ച് അത് ചോദിക്കാറുണ്ട്, മോളിക്കുലാർ ഗ്ലൂ ഏതാണെന്ന്. DNA ലിഗേസ് ആണ് മോളിക്കുലാർ ഗ്ലൂ. അതുപയോഗിച്ച് അത് ജോയിൻ ചെയ്യും. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഈ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന എൻസൈം പ്രോസസ്സിൽ കുറേ എൻസൈം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ മേജർ എൻസൈമാണ് DNA പോളിമറൈസ്. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോറ്റൈഡുകളെ ജോയിൻ ചെയ്ത് പുതിയ ഒരു പോളിന്യൂക്ലിയോറ്റൈഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെപ്ലിക്കേഷന് ആ പ്രോസസ്സ്, പോളിമറൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റ് കൂട്ടുക. ആ എൻസൈമാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. അതിന് ആ പേര് വരാൻ കാരണം DNA ആണ്, അതായത് ടെംപ്ലേറ്റ് DNA ആണ്. അതുകൊണ്ടാണ് DNA ഡിപ്പെൻഡൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നടക്കുന്ന റിയാക്ഷൻ പോളിമറൈസേഷനാണ്. ഉണ്ടാവുന്ന പ്രോഡക്റ്റ് DNA ആണ്. അതുകൊണ്ടാണ് അതിനെ DNA പോളിമറൈസ് എന്ന് വിളിക്കുന്നത്. അത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എൻസൈമുകളിൽ ഒന്നാണ്. അതുപോലെ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പോളിമറൈസേഷനാണ്. വളരെ സ്പീഡിൽ, ഈ കോളിയിലൊക്കെ 2000 ബേസസ് പെർ സെക്കൻഡ് ആണ് ചേർക്കുന്നത്. അതും വിത്തൗട്ട് എനി ഡിഫക്റ്റ് സംഭവിച്ചു പോയാൽ മ്യൂട്ടേഷൻ ഉണ്ടാവും, ലൈക്ക് സിക്കിൾ സെൽ അനീമിയ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇനി ഡിയോക്സി റൈബോ ന്യൂക്ലിയോറ്റൈഡ് ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സാധനമാണ് എന്ന് പറയുന്ന സാധനങ്ങളെയാണ് നമ്മുടെ പോളിമറൈസ് എൻസൈം ജോയിൻ ചെയ്യിക്കുന്നത്. ഈ ഡിയോക്സി റൈബോ ന്യൂക്ലിയോറ്റൈഡ് ട്രൈഫോസ്ഫേറ്റുകൾക്ക് 2 ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇത് ഈ പോളിമറൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ നടക്കാനുള്ള എനർജിയെ പ്രൊവൈഡ് ചെയ്യുന്നു. 2, ഇത് സബ്സ്ട്രേറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ഈ സാധനങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് എന്തുണ്ടാവുക, നമ്മുടെ DNA ഉണ്ടാവുക. ഈ കൂട്ടി യോജിപ്പിക്കുമ്പോൾ 2 ഫോസ്ഫേറ്റ് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയും എനർജി ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് ആണ് ആ പോളിമറൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ നടക്കുന്നത്. ഇനി എങ്ങനെയാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്? ഡ്യൂറിങ് റെപ്ലിക്കേഷൻ നമ്മൾ കണ്ടു, ബോത്ത് ദ DNA സ്ട്രാൻഡ് വിൽ സെപ്പറേറ്റ്. ആ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എവിടെ നിന്നാണോ DNA റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സൈറ്റിന് പറയുന്ന പേരാണ് ഒറി സൈറ്റ്. ആ ഒറി സൈറ്റിൽ നിന്ന് ഹെലിക്കേസ് എന്ന് പറഞ്ഞ എൻസൈം പതുക്കെ ഇങ്ങനെ മുന്നോട്ട് നടക്കാൻ തുടങ്ങും. അങ്ങനെ തന്നെ നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് ലിങ്ക് അയച്ചു തരാം. അതും കൂടെ കണ്ടു നോക്കിയാൽ കുറച്ചും കൂടി ഐഡിയ കിട്ടും. അപ്പോൾ പതുക്കെ ഹെലിക്കേസ് മുന്നോട്ട് നടക്കും. മുന്നോട്ട് നടക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ ഏണി പൊട്ടിപ്പോവും. അതായത് നൈട്രജൻ ബേസസ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് DNA രണ്ടും സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ട് മാറും. അതായത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ തൊട്ട് പുറകെ നമ്മുടെ DNA പോളിമറൈസ് എൻസൈം വരും. എന്നിട്ട് ഈ 2 ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെയും നോക്കി ഓരോ പുതിയ DNA ഉണ്ടാക്കും. ആ പുതിയ DNA ഉണ്ടാകുന്നതിനാണ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. DNA പോളിമറൈസിൻ്റെ ഒരു പ്രത്യേകത, DNA പോളിമറൈസ് ക്യാൻ ആഡ് ന്യൂക്ലിയോടൈഡ്സ് ഓൺലി ഇൻ 5' to 3' ഡയറക്ഷൻ. 5 to 3 പുതിയത് ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 to 5 ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, 3 to 5 ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 3 to 5 ടെംപ്ലേറ്റ്. ഇതിനെ നോക്കിക്കൊണ്ട് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA ഉണ്ടാവും. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ 3 to 5ൻ്റെ സീക്വൻസ് A, C, G, T, A ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പുതിയ സ്ട്രാൻഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സീക്വൻസ് എങ്ങനെയായിരിക്കും? A ആകുമ്പോൾ Aയുടെ കോംപ്ലിമെൻ്ററി T, Cയുടെ കോംപ്ലിമെൻ്ററി G, Gയുടെ കോംപ്ലിമെൻ്ററി C, Tയുടെ കോംപ്ലിമെൻ്ററി A, Aയുടെ കോംപ്ലിമെൻ്ററി T. ഇങ്ങനെയാണ് ഈ 2 സ്ഥലത്തും. ഇവിടെ എങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്? കോംപ്ലിമെൻ്ററി ആയിട്ടാണ് പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുക. ബോത്ത് സ്ട്രാൻഡ്സ് ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അപ്പോൾ 3' to 5' ഡയറക്ഷനിലെ ടെംപ്ലേറ്റിൽ നിന്ന് ഉണ്ടാവുന്ന പുതിയ സ്ട്രാൻഡ് സുഖമായിട്ട് അങ്ങ് ഉണ്ടാവും, വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ 5' to 3' ടെംപ്ലേറ്റിൽ അത്ര സുഖമായിട്ട് കാര്യങ്ങൾ നടക്കില്ല. അവിടെ പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുമ്പോൾ പുതിയ സ്ട്രാൻഡ് നേരെ ഇതിങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോവും. അതായത് 3 to 5 ഡയറക്ഷനിൽ ഉണ്ടാവേണ്ടി വരും. പക്ഷെ അങ്ങനെ ന്യൂക്ലിയോറ്റൈഡിനെ ആഡ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ആർക്കില്ല? പോളിമറൈസ് എൻസൈമിന്, DNA പോളിമറൈസ് എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്, DNA പോളിമറൈസിനില്ല. അപ്പോൾ എന്ത് ചെയ്യും? DNA പോളിമറൈസ് ഒരു ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യും സ്ട്രാൻഡ് ഒന്ന് തുറന്നു വരാൻ. തുറന്നു വന്നു കഴിഞ്ഞാൽ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അത് പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യും. ആ പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുന്നത് ഈ 5' നിന്ന് 3 അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. DNA പോളിമറൈസിൻ്റെ 5 to 3 ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കഷ്ണങ്ങളായിട്ടാണ് ഉണ്ടാകുന്നതെന്നേ ഉള്ളൂ. ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ നോൺ ആസ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ലേറ്റർ ദീസ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് ആർ ജോയിൻഡ് ടുഗെദർ ബൈ DNA ligase enzyme. DNA ligase is known as molecular glue. glue എന്ന് പറഞ്ഞാൽ എന്താ? പശ. മോളിക്കുലാർ പശയാണ് DNA ligase. മോളിക്കുലാർ സിസേഴ്സ് എന്ന് പറഞ്ഞൊരു അത് നിങ്ങൾ ബോട്ടണിയിൽ പഠിക്കും. അതാരാ? മോളിക്കുലാർ സിസേഴ്സ് കണ്ടുപിടിക്കട്ടാ. DNA ligase എന്ന് പറഞ്ഞ എൻസൈം മോളിക്കുലാർ ഗ്ലൂ ആണ്. എന്നിട്ട് ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ എൻസൈം DNA പോളിമറൈസ്, പിന്നെ DNA ലിഗേസ്, പിന്നെ വേറെ എൻസൈമിൻ്റെ പേര് പറഞ്ഞു ഹെലിക്കേസ്. അത് ഈ 2 സ്ട്രാൻഡിനെയും അൺവൈൻഡ് ചെയ്യാൻ, ആ ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ഹെലിക്കേസ്. അതുപോലെ ഈ ഫസ്റ്റ് വരുന്ന ന്യൂക്ലിയോടൈഡ്സിന് വെറുതെ വായുവിൽ നിൽക്കാൻ പറ്റില്ല. അതൊരു എക്സിസ്റ്റിംഗ് ന്യൂക്ലിയോടൈഡ് പീസുമായിട്ട് ജോയിൻ ചെയ്തേ നിൽക്കുകയുള്ളൂ. ആ ജോയിൻ ചെയ്ത് നിൽക്കുന്ന പീസിന് പറയുന്ന പേരാണ് എന്ത്? പ്രൈമർ. അത് RNAയുടെ ഒരു കഷ്ണമാണ്. ദാറ്റ് പ്രൈമർ ഇസ് സിന്തസൈസ്ഡ് ബൈ പ്രൈമേസ് എൻസൈം. പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഈ പ്രൈമറിനെ ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു എൻസൈം ഉള്ളത് ടോപ്പോ ഐസോമറേസ്. ഇത് 2 എക്സ്ട്രാ ആണ്, ഞാൻ ഫോട്ടോ എടുത്ത് അയക്കാം. ടോപ്പോ ഐസോമറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിങ് പോലത്തെ സാധനം നമ്മൾ നേരെയാക്കുമ്പോൾ ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചറായിട്ട് നമ്മൾ തിരിച്ച് വളയ്ക്കുകയാണ് ചെയ്യുക. നല്ല ശരിയാവുള്ളൂ, നേരെ ആവുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഒരു സൂപ്പർ കോയിലിംഗ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. ആ സൂപ്പർ കോയിലിംഗ് ടെൻഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആര്? സൂപ്പർ കോയിലിംഗ് ടെൻഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ടോപ്പോ ഐസോമറേസ്. അപ്പോൾ ഇങ്ങനെയാണ് പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുന്നത്. ഈ 3 to 5 ടെംപ്ലേറ്റിൽ നിന്നുണ്ടാവുന്ന സ്ട്രാൻഡ്, ഒരു കുഴപ്പവും ഇല്ലാതെ 5 to 3 ഉണ്ടാവുന്ന സ്ട്രാൻഡ്, അത് ആണ് ലീഡിങ് സ്ട്രാൻഡ്. അതിൻ്റെ സിന്തസൈസിനെ പറയുന്ന പേര് കണ്ടിന്യൂവസ് സിന്തസിസ്. ഇനി
5 to 3 കഷ്ണങ്ങളായിട്ടുണ്ടായിട്ട് ലേറ്റർ ജോയിൻ ചെയ്യുന്ന ഒരു സ്ട്രാൻഡ് ഉണ്ടല്ലോ, അതാണ് ലാഗിങ് സ്ട്രാൻഡ്. അതിൻ്റെ സിന്തസൈസിനെ പറയുന്ന പേര് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ്. ഇത്രയുമാണ് DNA റെപ്ലിക്കേഷനിൽ പറയാനുള്ളത്. അടുത്ത പോർഷൻ ട്രാൻസ്ക്രിപ്ഷനാണ്. അപ്പോൾ DNA റെപ്ലിക്കേഷൻ വരെ പഠിപ്പിച്ചു.